ചെറുതായിട്ട് പണി പാളിയോ എന്നൊരു സംശയം. നമ്മൾ വിചാരിച്ച പോലെ എത്തിയില്ല എന്ന് തോന്നുന്നു. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്ത് ക്രാഫ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ മിന്നൽ മുരളി സിനിമ യൂട്യൂബിൽ കണ്ടത്. അത് കണ്ടപ്പോൾ മിന്നൽ മുരളിയുടെ ലോഗോ, അതായത് മിന്നൽ മുരളിയുടെ ആ ഡ്രസ്സിലുള്ള ആ ഒരു ലോഗോ അതൊന്ന് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതേപോലെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എങ്കിലും ഞാൻ എൻ്റെ രീതിക്കാണ് അത് ചെയ്യുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തിരിക്കുന്നത്. പിസയുടെ ഒരു കവറാണ് എനിക്ക് കിട്ടിയത്. കുറച്ച് നാൾ മുമ്പ് ഞാൻ എടുത്ത് വെച്ചതാണ് എന്തോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാലൻസ് ആണ്. അപ്പം നമുക്ക് ഇതിലൊന്ന് ചെയ്ത് നോക്കാം. വേറെ ഇതൊന്നും കിട്ടിയില്ല. ഇതിലാകുമ്പോൾ പിന്നെ വൈറ്റ് കളർ ഉണ്ട്. അടുത്ത് വൈറ്റ് പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊന്ന് നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പീസ് ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലെറ്ററിന് ചുറ്റുമുള്ള സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോമസ് അഭിപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ സർക്കിളിനുള്ളിൽ നമ്മൾ ആ ലോഗോ ഒന്ന് വരച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അതിനുള്ളിലൂടെ ഒരു ഇടിമിന്നലിൻ്റെ ചിഹ്നം. അത്രേ ഉള്ളൂ. 2 സർക്കിള്. സംഭവം കഴിഞ്ഞു. സിമ്പിളാണോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഞാൻ പിന്നെ കുറച്ച് സ്പീഡ് കൊടുത്തതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് കട്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ടിങ് കഴിഞ്ഞു. അടുത്തായിട്ട് പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ വാട്ടർ കളർ ട്യൂബാണ് എടുത്തേക്കുന്നത്. ഈ ഒരു മഞ്ഞ കളർ എനിക്ക് കറക്റ്റാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ആ വീഡിയോയിലും ആ പിക്ചറിൽ കണ്ടത് ഇതേപോലത്തെ ഒരു കളറാണ്. അപ്പോൾ കറക്റ്റ് മിക്സിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. സംഭവം തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് തുടങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാം. സോ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഒരുപാട് സ്നേഹത്തോടെ ബൈ ബൈ.